ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 10:15 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് കുട്ടികൾക്ക് ട്യൂഷൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആഹിലിന് ഇന്ന് ക്ലാസ് ഇല്ല, അവർക്ക് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ ഇന്നത് അവധി ദിവസമാണ്. അതുമാത്രമല്ല, ഞാൻ ഇന്നലെ തുടങ്ങി ആഹിലിനെ നോമ്പ് പിടിപ്പിച്ചിട്ടില്ല കേട്ടോ. കാരണം നോമ്പ് പിടിച്ച് കഴിയുമ്പോൾ വൈകുന്നേരം നമ്മൾ ട്യൂഷൻ എടുക്കുന്ന ആ ഒരു ടൈമിൽ ആൾ പഠിച്ചതൊക്കെ മറന്നു പോവാണ്. നാട്ടിൽ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, നല്ല വെയിലാണ്. അപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, ആൾ പഠിക്കുമ്പോൾ ഒക്കെ മറന്നു പോകുന്ന പോലെ. അപ്പം നമുക്കിത് കാണുമ്പോൾ ഒരു വിഷമം. അതുമാത്രമല്ല, കഴിഞ്ഞ എക്സാമിന് അവന് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെ എഴുതാൻ പറ്റിയില്ല, മറന്നുപോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാം കൂടി കേട്ടപ്പോൾ എനിക്ക് ടെൻഷനായിട്ട് എന്നാൽ നോമ്പ് എടുക്കണ്ടെന്ന് പറഞ്ഞു. അതുമാത്രമല്ല, അവൻ്റെ വെയിറ്റ് ഓൾറെഡി കുറവാണ്. അങ്ങനെ നിൽക്കാതെയാണ് നോമ്പെടുത്ത് തുടങ്ങിയത്. അപ്പോൾ പിന്നെയും വെയിറ്റ് ഒന്നും കൂടി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിടിക്കണ്ടെന്ന് പറഞ്ഞു. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൽ അതുകൊണ്ട് നോയമ്പില്ല കേട്ടോ. ഒരു 3-4 വർഷമായിട്ട് എല്ലാ നോമ്പും അവൻ പിടിക്കാറുണ്ട്. അപ്പോൾ ട്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ വന്നതിന് മുമ്പ് കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആലിമിന് ഇന്ന് അംഗൻവാടിയിൽ വിട്ടിട്ടില്ല. അപ്പോൾ ആലിമും ആഹിലും കഴിച്ച പാത്രങ്ങളും അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വേഗം കഴുകി വെക്കാണ്. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ. പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചപ്പോഴത്തേനും കുട്ടികൾ ഇതാ ട്യൂഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ 3 പേരെ ഇന്നും ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഇന്ന് എക്സാം നടക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈമിലാണ് കേട്ടോ എക്സാം. ആലിമും വന്ന് മൊബൈലൊക്കെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കും എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് കേട്ടോ കസ്റ്റാർഡ് പൗഡർ ഇരിക്കുന്നത് ഞാൻ ഓർത്തത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കസ്റ്റാർഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആഹിലിനുള്ള ചോറാണ് കേട്ടോ തിളപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കസ്റ്റാർഡിൻ്റെ പരിപാടിയും കൂടി നോക്കുകയാണ്. ഇതൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ചൂടാറിന് ശേഷമാണല്ലോ നമ്മൾ എടുക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചൊക്കെ തണുപ്പിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആണല്ലോ. അപ്പോൾ ഈ നോമ്പിന് ഞാൻ കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ടില്ല, കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പാൽ ഇതേപോലെ ചെറിയൊരു ബൗളിൽ വളരെ കുറച്ച് മാത്രം ഒന്ന് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് എത്രത്തോളം കസ്റ്റാർഡ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് എത്രത്തോളം തിക്നെസ് വേണം അതിനനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ ഡയറക്റ്റ് അതിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ പൊടിയെല്ലാം കൂടി കട്ട പിടിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കും കേട്ടോ. ഇപ്പോൾ ഓൾറെഡി നമ്മളിങ്ങനെ കലക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് പാലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അടുത്തതായിട്ട് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രമാത്രം ഞാൻ എടുക്കുന്നുള്ളൂ, ഒരുപാടൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഇത് ഉണ്ടാക്കി വരുമ്പോൾ എന്തായാലും കുറച്ച് കൂടുതലുണ്ടാവും. നമ്മൾ എത്രത്തോളം ഫ്രൂട്ട്സ് ചേർക്കുന്നോ അതിനനുസരിച്ച് ഉണ്ടാവും. അപ്പോൾ ഞാനപ്പം നേരത്തെ മാറ്റി വെച്ച നമ്മൾ കലക്കി വെച്ചതുണ്ടല്ലോ, അതൊന്ന് പാല് ചൂടായി വരുമ്പോഴത്തേനും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇളക്കിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. കാരണം അടിയിൽ ചെറുതായിട്ട് ചിലപ്പോൾ കട്ട പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അത്യാവശ്യം ഫ്ലെയിം കൂടിയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ കൈ വിടാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കാരണം അത് പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് തീരെ കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടി അനുസരിച്ച് ഇതിൻ്റെ തിക്നെസ് വ്യത്യാസം വരും കേട്ടോ. ഭയങ്കര ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും കസ്റ്റാർഡ് പൗഡർ എടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് മാത്രമേ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഹസ്ബൻഡിന് അത്ര അങ്ങോട്ട് മധുരം ഇഷ്ടമല്ല. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ മധുരം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതായിപ്പോൾ അത്യാവശ്യം തിക്നെസ് ആയിട്ടുണ്ട്. ഞാൻ ഇത്രയും ലൂസായിട്ടാണ് എടുക്കുന്നത്. കാരണം ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്നെസ് കൂടും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞാൽ കാര്യമായിട്ട് ഫ്രൂട്ട്സ് ഒന്നുമില്ല, പിന്നെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്.
നോമ്പ് തുടങ്ങിയ സമയത്ത് കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ, നോമ്പ് സ്റ്റാർട്ടിങ് എല്ലായിടത്തും ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ എണ്ണം കുറയും, കാരണം ഇത് കാര്യമായിട്ട് ആരും കഴിക്കില്ലല്ലോ. അപ്പോൾ എല്ലാം ഇരുന്ന് ബാലൻസ് ആയി പോവും. അപ്പോൾ ഇവിടെ കുറച്ച് ആപ്പിൾ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആപ്പിൾ ചേർത്ത് കൊടുക്കുകയാണ്, കുഞ്ഞ് പീസാക്കി കട്ടാക്കിയിട്ട് ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം കുഞ്ഞും വന്നപ്പോൾ കുറച്ച് മുന്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതാ മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വാട്ടർമെലനും ഉണ്ട് കേട്ടോ, ഇതും കുഞ്ഞും കൊണ്ടുവന്നാണ്. അപ്പോൾ അതെല്ലാം കൂടി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അഡീഷണലായിട്ട് കുറച്ച് നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നട്ട്സും കിസ്മിസും ഉണ്ടായിരുന്നു, അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പാല് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാണ് കേട്ടോ, ചൂടൊന്ന് മാറിക്കിട്ടണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ എടുത്തേക്കുന്നത്. അപ്പോൾ പാൽ ഏകദേശം തണുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കസ്റ്റാർഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇന്ന ഫ്രൂട്ട്സ് തന്നെ വേണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. മാതള നാരങ്ങ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിതേപോലെ ബിസ്ക്കറ്റ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പഴം ഉണ്ടെങ്കിൽ പഴം ചേർത്ത് കൊടുക്കാം. നമ്മളുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളിയുള്ള ഫ്രൂട്ട്സ് നമ്മൾ പൊതുവെ ചേർക്കാറില്ല, മെയിൻലി പാലും കൂടിയാണല്ലോ. നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വാനില എസൻസ് ഉണ്ടെങ്കിൽ ഒരു 2 തുള്ളി ഒഴിച്ചു കൊടുത്താൽ ഒരു കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. ഇവിടെ തീർന്നിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നല്ല തണുപ്പിച്ച് കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. ഓൾറെഡി ഇന്നിപ്പോൾ പള്ളിയിൽ നിന്ന് നമുക്ക് ചോറ് കിട്ടുമായിരുന്നു കേട്ടോ. അതറിയാണ്ട് ഞാൻ മുട്ടക്കറി വെച്ച് പോയി. അപ്പോൾ ചോറ് കിട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഹസ്ബൻഡ് വേഗം ചിക്കൻ കറിയും വെച്ചിട്ടോ. അപ്പോഴത്തേനും നമുക്ക് പള്ളിയിൽ നിന്ന് ചോറ് കിട്ടിയപ്പോൾ അതിൽ പരിപ്പ് കറിയും ബീഫ് കറിയും ഉണ്ടായിരുന്നു. അങ്ങനെ അതാ ചിക്കനും മുട്ടക്കറിയൊക്കെ ഫ്രിഡ്ജിലോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയമായിട്ടുണ്ട് കേട്ടോ. ഉന്നക്കായ നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ, ഇന്നൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ അതാ പള്ളിയിൽ നിന്ന് ചോറ് കിട്ടി. അപ്പോൾ ചോറാണ് നമ്മൾ രാത്രി കഴിച്ചത് കേട്ടോ. ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.